ഷാറുഖ് ഖാൻ അടക്കം ഇൽ ട്രീറ്റ് ചെയ്യുന്നത്. ഇന്ന് അവർ ആരെങ്കിലും ഡെയർ ചെയ്യുമോ? യെസ്, കുട്ടിക്കാലത്ത് ഞാൻ ശാഖയിൽ പോയിട്ടുള്ളൊരു വ്യക്തിയൊക്കെ തന്നെയാണ്. ഡിസിപ്ലിനൊക്കെ ഞാൻ അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് പറയാൻ എന്താ പ്രശ്നം എന്ന്, പട്ടാളക്കാരൻ്റെ ഒരു മുഖഭാവം എങ്ങനെയാണെന്നൊക്കെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു. ഓബിയസ്ലി ഞാനിങ്ങനെ ക്ലോസ് ആയിട്ട് വന്നിട്ട് ലാസ്റ്റ് ഡയലോഗ് പറയുന്നതാണ്, യു ഡു വാട്ട് എവർ യു ഫീൽ ലൈക്ക് എന്നും പറഞ്ഞിട്ട്, ദാറ്റ് ഈസ് യുവർ പാർട്ട് ഓഫ് യുവർ ട്രെയിനിങ്. ഇവിടുത്തെ ചില BJP-ക്കാരെന്ന് പറഞ്ഞ് നടക്കുന്ന സിനിമയിൽ തന്നെയുള്ള ചില കൊമ്പന്മാരുണ്ട്. ഇവരാണ് പറഞ്ഞത് മേജർ കോൺഗ്രസ് പോയി, ഇവനൊന്നും ഈ BJP-ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അല്ല, അതൊരു നല്ല കാര്യം, ഒരു നന്മയിലേക്ക് പോയി എന്നുള്ള രീതിയിലാണ് ചിലർ അതിനെ വ്യാഖ്യാനിച്ചത്. അതുകൊണ്ടായിരുന്നു സുരേഷ് ഗോപി തോളിൽ ഒന്ന് കൈവച്ചതിനെ ആ സമയത്ത് ആ കുട്ടിയോട് ചിരിച്ചോണ്ടങ്ങ് പോയല്ലോ. ഇപ്പോൾ ട്രോമ എന്ന വാക്ക് വരുന്നത് അവിടെ നിന്നാണ്. ട്രോമ എന്ന് പറഞ്ഞിട്ട് 5-6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ട്രോമയിലായിരുന്നു. മേജർ രവിയുമായുള്ള സംഭാഷണത്തിന്റെ 2ാം ഭാഗം കാണാം. ഇപ്പോൾ ഞാൻ BJP-ക്കാരനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ BJP-ക്കാരനാണെന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് ഒന്നുമില്ല. എൻ്റെ ചായ്മ എന്ന് പറയുന്നത്, ഞാൻ മോദിജീനെ റെസ്പെക്ട് ചെയ്യുന്നത്, ഇന്ന് ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും എനിക്ക് കിട്ടുന്ന ആ ഒരു റെസ്പെക്റ്റ് ഉണ്ടോ. ഞാൻ എന്നാൽ ലണ്ടനിൽ പോയി, ഞാൻ സിമ്പിൾ പറയുന്നത്, ഒരു എക്സാജറേഷൻ അല്ല. ലണ്ടനിൽ പോയി ഞാൻ വാക്ക് ഇൻ ചെയ്ത സമയത്ത്, എമിഗ്രേഷൻ അവിടെ ചെല്ലുന്ന സമയത്ത്, ദേ സോ മൈ പാസ്പോർട്ട്, ഇന്ത്യൻ പാസ്പോർട്ട്. അയ്യോ ബിസിനസ് ക്ലാസ്, അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട്. ബിസിനസ് ക്ലാസ്, യെസ്, കം ദിസ് സൈഡ്. യു ആർ ഫ്രം ഇന്ത്യ, യെസ്. വിത്തിൻ നോ ടൈം. ഇതിനു മുന്നേ ഞാൻ 15 വർഷം മുന്നേ ഞാൻ ലണ്ടനിൽ പോയിട്ടുണ്ട്. ഐ വാസ് ഇൽ ട്രീറ്റഡ്. കാരണം അന്ന് അങ്ങനെയായിരുന്നു. തിരിച്ചു വരുന്ന ഷാരൂഖ് ഖാൻ അടക്കമുള്ളവർ അങ്ങനെ ഇൽ ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഷാറൂഖ് ഖാൻ അടക്കം ഇൽ ട്രീറ്റ് ചെയ്യുന്നത്. ഇന്ന് അവർ ആരെങ്കിലും ഡെയർ ചെയ്യുമോ? ചെയ്യില്ല. കാരണം നിങ്ങളുടെ നേതാവ്, ഹീസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് യുവർ കൺട്രി ആൻഡ് ഹീ ഈസ് ഗെറ്റിംഗ് സോ മച്ച് ഓഫ് വാംത്ത് ആൻഡ് വെൽക്കം ആൻഡ് ദാറ്റ് റെസ്പെക്ട് ഫ്രം അതർ കൺട്രീസ്. യു ആർ ഓൾസോ ബീൻ റെസ്പെക്റ്റഡ്. നിങ്ങളും കൂടെ റെസ്പെക്റ്റ് ചെയ്യപ്പെടുകയാണ്. പിന്നെ മുമ്പ് ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ ശാഖയിൽ പോയിട്ടുള്ളൊരു വ്യക്തിയൊക്കെ തന്നെയാണ്. ഡിസിപ്ലിനൊക്കെ ഞാൻ അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് പറയാൻ എന്താ പ്രശ്നം എന്ന്, ഞാൻ അവിടെ ടെററിസം ഇതൊന്നല്ല. ഈ കുട്ടിക്കാലത്ത് ശാഖയിൽ പോയ കാര്യം പറഞ്ഞല്ലോ, ഈ കുട്ടിക്കാലമാണ് പിന്നീട് കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് വരുന്നത്. യൗവനത്തിന്റെ ഒരു എഡ്ജാണ് 16-17 വയസ്സ് എന്നൊക്കെ പറയുന്നത്. ഞാൻ കാണുന്ന കാഴ്ചയിൽ മെട്രോയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇപ്പോൾ കാണുന്ന കാഴ്ച, യുവാക്കൾ പലരും മൊബൈൽ ഫോൺ, അവർക്ക് മാന്യത ഉള്ളതുകൊണ്ടോ ഇല്ലാത്തതുകൊണ്ടോ, ചിലർ ലൗഡ് സ്പീക്കർ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വെക്കാതെ ബസ്സിലും ട്രെയിനിലും എല്ലാം മൊബൈൽ ഫോണിൽ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൽ ഒരു പക്ഷേ അങ്ങേയറ്റം വർഗീയമെന്ന് തോന്നിപ്പിക്കാവുന്ന പലതരം ക്ലാസ്സുകൾ, പലതരം പ്രഭാഷണങ്ങൾ, പലതരം ഇൻ്റർവ്യൂകൾ ഒക്കെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ശാഖാ മനസ്സാവട്ടെ, മദ്രസാ മനസ്സാവട്ടെ, പലതരം മനസ്സുകളുമായിട്ട് വരുന്നവരിൽ ഒരു വിഭാഗമാണ് സൈന്യത്തിലേക്ക് പോകുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള തീവ്ര മതചിന്തയും അതല്ലാത്ത ലഘു മതചിന്തയും ഒക്കെ ഉള്ള യുവാക്കൾ സൈന്യത്തിലെത്തിപ്പെട്ട് കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ ഇപ്പോഴും അവരുടെ മനസ്സിനകത്തുള്ള ഈ തീവ്രവികാരങ്ങളെ ഒരൊറ്റ ദേശീയതയിലേക്ക് മാറ്റാൻ കഴിയുന്ന എന്ത് വിദ്യയാണ് സൈന്യത്തിനുള്ളത്? ഞാൻ സൈന്യത്തിൽ 1.5 വർഷം പട്ടാളക്കാരൻ നോർമൽ സിപ്പായി ആയിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 4 വർഷം ഓഫീസറായിട്ട് ട്രെയിൻ ചെയ്തത്. അപ്പോൾ എൻ്റെ ട്രെയിനിങ് തന്നെ 5.5 വർഷമായിരുന്നു. ഈ സമയത്തൊക്കെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് സ്ക്വാഡ് എന്ന് പറയും. ഒരു സ്ക്വാഡ്, ഇന്ന സ്ക്വാഡിൽ ഇത്രയും പേരുണ്ടാവും, 20 പേരുണ്ടായിരിക്കും. ആ സ്ക്വാഡിനൊരു ലീഡർ ഉണ്ടായിരിക്കും. അവരാണ് എല്ലാ ക്ലാസ്സുകളിലേക്കും ഒരുമിച്ചിട്ടാണ് പോകുന്നതെല്ലാം. അതിലേതെങ്കിലും ഒരാൾ ലേറ്റായാൽ ഈ 19 പേർക്കും പണിഷ്മെൻറ്റ് കിട്ടും. എനിക്കൊരു പിടിയും കിട്ടില്ല, ഇത് എന്തിനാണ്, വൈ ഓൾ ദിസ് തിങ്. അവൻ ചെയ്ത തെറ്റ് അവനും കൊടുത്താൽ പോരെ എന്നുള്ളത്. നോ, ദ എൻ്റയർ സ്ക്വാഡ് വിൽ ബി ടേക്കൺ ടു ദ ടാസ്ക്. പിന്നീടാണ് അക്കാഡമിയിലൊക്കെ ചെല്ലുന്ന സമയത്തും ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഉപയോഗം എന്തായിരുന്നു. കാരണം ഒരാൾ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഞാനായിരിക്കില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും കുറ്റം ചെയ്യുന്നത്. ഇന്ന് എൻ്റെ കുറ്റത്തിന് എല്ലാവരും പണിഷ് ചെയ്തു, നാളെ യു ആർ കമ്മിറ്റിങ് എ മിസ്റ്റേക്ക്, ഞാനും പണിഷ്. അപ്പം എന്താ ഈക്വലായി. അപ്പം എന്താ ടീം സ്പിരിറ്റ് വരികയാണ്. പിന്നെ എന്നാരുടെ ഇന്നാൾ തോതാടെ ഉറങ്ങാൻ സമ്മതിക്കില്ല, ഹാപ്പി ആയിട്ട്. അല്ല അവനെ തല്ലാൻ പോവല്ലോ ചെയ്യുക. ഇത് ആരടാ എന്ന് പറഞ്ഞപ്പോൾ മേജർ രവിയുടെ മുഖത്ത് ഒരു അഭിനേതാവിൻ്റെ മുഖങ്ങൾ മിന്നി മാറി. വാസ്തവത്തിൽ സംവിധായകനായിരുന്ന വേളയിൽ ഈ മോഹൻലാലിൻ്റെ കാര്യത്തിലല്ല, മറ്റ് നടന്മാരിലൊക്കെ പട്ടാളക്കാരൻ്റെ ഒരു മുഖഭാവം എങ്ങനെയാണെന്നൊക്കെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു. ഓബിയസ്ലി അതങ്ങനെ നമുക്ക് അറിയാതെ വരുന്നതാണ്. പിന്നെ ലാലായിട്ടോ അല്ലെങ്കിൽ മമ്മൂക്കായിട്ടോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർ പേഴ്സണൽ ബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് ഏകദേശം അറിയാം നമ്മുടെ സ്വഭാവം എങ്ങനെയാണ്. അപ്പോൾ ദേ വിൽ കീപ്പ് ഒബ്സർവിങ്. ഇത് പറയുന്ന സമയത്ത്, ഡയലോഗ് പറയുന്ന സമയത്ത് നമ്മളറിയാതെ നമ്മുടെ മുഖഭാവം മാറും. അതിലിപ്പം സിമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ലാലിൻ്റെ കവിളടക്കം അഭിനയിക്കുമെന്ന് പറഞ്ഞൊരു സമയമുണ്ട്. കീർച്ചക്രയ്ക്കകത്ത് ലാലും അതുപോലെ തന്നെ സ്ഫടികൻ ജോർജും, ജോർജേട്ടൻ സീനിയറാണ്,
അപ്പം അദ്ദേഹമായിട്ടൊരു ഉടക്കുന്നൊരു സീനുണ്ട് മോഹൻലാൽ. അപ്പം അതിങ്ങനെ ഞാൻ ഈ ക്യാമറ ഇങ്ങനെ വെച്ച് രണ്ടുപേരും 2 ഷോട്ടിൽ ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഈ പ്രൊഫൈലിലാണ് ഇവരെ കാണുന്നത്. ഒരു ക്യാമറ ഇപ്പുറത്ത് ലാലിൻ്റെ ഫേസിലും വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ലാലിങ്ങനെ ക്ലോസ് ആയിട്ട് വന്നിട്ട് ലാസ്റ്റ് ഡയലോഗ് പറയുന്നതാണ്, യു ഡു വാട്ട് എവർ യു ഫീൽ ലൈക്ക് എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് മാറുന്നൊരു സമയത്ത് ഈ കവിള് കിടന്നിട്ട് ആടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരടി മുതൽ യെസ് സാർ മാറി നോർമൽ ഡിസിപ്ലിനിക്ക് വരുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ്. ഇത് ആക്ച്വലി പറഞ്ഞാൽ ഞാനത് ആ സമയത്ത് ലാലിൻ്റെ അടുത്ത് പറഞ്ഞു, ആണോ ഇതിങ്ങനെ പോയിട്ട് അഗ്രസീവിനെ കയറിക്കുകയാണ്, കയറിയിട്ട് വായിക്കകത്തോടെ കയറിയിട്ട് ഇതും പറഞ്ഞിട്ട് മാറിയെന്ന്. ഹി പെർഫോംഡ് ഇറ്റ് സോ വെൽ. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഈ മനുഷ്യൻ നമ്മൾ പറഞ്ഞതിൻ്റെ 10 ഇരട്ടി നമുക്ക് തിരിച്ചു തന്നിരിക്കണം. ഇതൊന്നും എന്നെ കൂടെ എൻ്റെ ഈ കവിളൊന്നും ഇളകൊന്നുമില്ല. പക്ഷേ ആ സവിശേഷ അഭിനയം കാഴ്ചവെക്കാൻ മോഹൻലാലിന് ഇപ്പോൾ ആ കവിളില്ല. അത് പലപ്പോഴും പലരും പറയും ആ കവിള് എന്ന് പറയുന്നത് എന്നും ഞാനൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു മോഹൻലാലിൻ്റെ ഒരു ചബീനെസ് എന്നൊക്കെ പറയുന്നില്ല. മോഹൻലാലിന് ഉമ്മ വെച്ചോട്ടെ എന്ന് മമ്മൂട്ടിയോട് നമ്പർ 20 മദ്രാസ് മെയിൽ പറയാൻ തോന്നിപ്പിക്കുന്നത് പോലെ ഉമ്മ വെക്കാൻ തോന്നിപ്പിക്കുന്നതായിരുന്നു അന്നത്തെ മോഹൻലാലിന്റെ കവിൾ. അതാണ് അത്. അതൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഇതിങ്ങനെ ഹി നെവർ തോട്ട് ലൈക്ക് ദാറ്റ്. ബട്ട് ദെൻ വി ഓൾ ലവ് മോഹൻലാൽ ആസ് എൻ ആക്ടർ. വാട്ട് എവർ യു ആർ, തടിച്ചാലും ശരി മെലിഞ്ഞാലും ശരി, ആ ഒരു കണ്ണിനും ആ പുരികത്തിനും ആ കവിളിനും എല്ലാം ഉള്ളൊരു ഒരു ടോട്ടൽ ഓവറോൾ ചന്തം എന്ന് പറയുന്ന ആനച്ചന്തമാണ്. മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക ഈസ് എ ഗോഡ് ഗിവൻ കംപ്ലീറ്റ് അവയവങ്ങൾക്ക് ആ ഒരു ഷേപ്പും കാര്യങ്ങളും ഒരു പൗരുഷത്തിൻ്റെ ഇത് ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കാനില്ല, ഒന്നുമില്ല. പക്ഷെ മോഹൻലാലിന് അത് പൗരുഷത്തിലും വരും, ശ്രയണോപാതത്തിലും വരും, ഒരു കഥകളി ആചാരനായിട്ടും വരും. ഏത് രീതിയിലും അദ്ദേഹത്തിൻ്റെ മുഖം കൊണ്ട് മോൾഡ് ചെയ്യാൻ പറ്റും. കീർത്തിചക്രയിൽ സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരെ ഉടനീളം ഒരു സവിശേഷമായ ഗൗരവം നിൽക്കുന്ന മോഹൻലാലിനെ നമ്മൾക്ക് പഴയ മോഹൻലാലായിട്ട് തിരിച്ചു കിട്ടുന്നത് ആ ഗാനരംഗത്തിൽ വരുന്ന ദാമ്പത്യത്തിൻ്റെ ഒരു ഊഷ്മളതയുടെ, അത് മനഃപൂർവ്വം അങ്ങനെ ചെയ്യിച്ചതാണ്. പിന്നെ അത് ഒരു ഫാമിലി ആയിട്ട് ഒരു പട്ടാളക്കാരൻ വരുന്ന സമയത്ത് ഈസ് എ നോർമൽ ഹ്യൂമൻ ബീങ്. എവറിബഡി ഹാസ് ഗോട്ട് എ റൊമാൻസ് ഇൻസൈഡ്. അത് എത്ര വലിയ പട്ടാളക്കാരൻ ഞാനുണ്ട്. എൻ്റെ റൊമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഫീൽ ലൈക്ക് ടു റൊമാൻസ് വെൽ. ബട്ട് ദെൻ പട്ടാളത്തിൻ്റെ അവിടെ നിൽക്കുന്ന സമയത്ത് ആ യൂണിഫോം ഇട്ടുകൊണ്ട് എത്ര നല്ല സുന്ദരിയായിട്ടുള്ളൊരു കുട്ടി മുമ്പിൽ വന്നു കഴിഞ്ഞാലും നമ്മുടെ ആ ഗൗരവം വിടൂല്ല അത്. ബിക്കോസ് യു ആർ ഓൺ ഡ്യൂട്ടി. ഇപ്പം റിപ്പബ്ലിക് ഡേക്കെല്ലാം ഞാൻ യൂണിഫോം ഇട്ടുകൊണ്ട് ആ സമയത്തൊക്കെ ബ്ലാക്ക് യൂണിഫോം ഇട്ട്, അന്നെല്ലാം നിങ്ങളാരും കണ്ടിട്ടില്ല ഈ NSG എന്ന് പറയുന്നത് ഇങ്ങനെ ബ്ലാക്ക് യൂണിഫോം 2 സൈഡിലും പിസ്റ്റളും MP5 ഒക്കെ ആയിട്ട് ബുള്ളറ്റ് പ്രൂഫായിട്ട് നിൽക്കുന്നത് ഞങ്ങളൊക്കെയാണ് ആദ്യം കൊണ്ട് ലാൻഡ് ചെയ്തിരിക്കുന്നത് 90 ആ ഒരു പീരീഡിൽ. അപ്പോൾ ആ രാജ്പഥിൽ നിൽക്കുന്ന സമയത്ത് ആളുകൾ നോക്കുമ്പോൾ യു ആർ സോ ഷൂഡ് ലുക്കിംഗ്. കുട്ടികളൊക്കെ നോക്കിയിട്ട് അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അല്ല, അതിസുന്ദരിയായ ഒരു പെൺകുട്ടി പോകുമ്പോൾ കൺവന്ന് പാളാൻ തോന്നുമോ? അതൊരിക്കലും തോന്നില്ല. ബിക്കോസ് ദാറ്റ് ഈസ് യുവർ പാർട്ട് ഓഫ് യുവർ ട്രെയിനിങ്. വെൻ യു ആർ ഓൺ ജോബ് യു ഡോണ്ട് കെയർ ഹൂ ഇറ്റ് ഈസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മുന്നിൽ നിൽക്കുന്നവൻ ഒരു പ്രാവശ്യം ഇഫ് യു പ്രൂവ് ദാറ്റ് യു ആർ നോട്ട് വർത്തി ഇനഫ് ടു ബി പ്രൊട്ടക്റ്റഡ് വിൽ ഷൂട്ട് യു ഡൗൺ. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഒരു പട്ടാളക്കാരനെ ട്രെയിൻ ചെയ്യുന്നത്. പട്ടാളക്കാരുടെ കഥകൾ ഒരിക്കലും പറഞ്ഞാലും തീരെ ഒരു വലിയ ഖനിയാണ്, നിധിയാണ്. അത്തരത്തിലുള്ള അനവധി കഥകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ പറഞ്ഞ കീർത്തിചക്ര അടക്കമുള്ള അതിന് ശേഷം മറ്റൊരു തുടർച്ച ഉണ്ടാവുന്നില്ല? അത് എപ്പോഴും വലിയ മുതൽ മുടക്കമുള്ള സൈനിക സിനിമകൾ തന്നെ വേണമെന്നില്ല. അതിന്റെ പിരിമുറുക്കങ്ങൾ വരുന്ന സിനിമകളിലോ അതൊക്കെ പ്രതീക്ഷിക്കാവുന്ന. അത് എൻ്റെ അടുത്തും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ കുറേ 1-2 പടത്തിൽ ഞാൻ റിപ്പീറ്റ് അടിച്ചു ചില കാര്യങ്ങൾ. അതെന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ ആ സമയത്ത് എഴുതുന്ന സമയത്ത് നമ്മൾ അറിയില്ല, പിന്നെ വേറൊരാൾ നമ്മുടെ അടുത്ത് പറയുന്നില്ല, സാർ ഇതാ മറ്റേ പടത്തിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൊരു ഫോർമുലയാണ് കേട്ടോ. അപ്പം അങ്ങനെ പലപ്പോഴും അത് പറയാൻ അവർക്ക് തോന്നാത്തത് മേജർ രവിയുടെ പട്ടാള അല്ല, അവർ പോലും അത് കേൾക്കുമ്പോൾ സുഖമുണ്ട്, അത് രസമുണ്ട് സാർ, പക്ഷെ ഇത് മറ്റേലുണ്ടായിരുന്നു എന്നുള്ളത് അത് പറയില്ല. അത് പറയാൻ പലപ്പോഴും പലരും അത് എന്തോ മൈറ്റ് ബി മൈ മിസ്റ്റേക്ക് ഓർ ഐ ഷുഡ് ഹാവ്. ഇനിയിപ്പോൾ ഞാൻ വരുന്നത് ഒരു ചെറിയൊരു ലവ് സ്റ്റോറി ആയിട്ടാണ്. ഒരു മനോഹരമായിട്ടുള്ള ഒരു നടന്ന സംഭവത്തിൻ്റെ ഒരു ആവിഷ്കാരം. അതിപ്പോൾ ഈ ഏപ്രിൽ മാസം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു സർപ്രൈസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതിനകത്ത് ടോട്ടൽ ഒരു ഡിഫറെൻറ്റ് പട്ടാളക്കഥയായിരിക്കും. പട്ടാളക്കാരനാണ്, പക്ഷെ കഥ വേറെയായിരിക്കും. നമ്മൾ തമ്മിലുള്ള സംഭാഷണം ആരംഭിച്ചപ്പോൾ മേജർ രവി ആണ് ഇന്ന് നമ്മുടെ അതിഥി എന്ന് പറയുന്നതിന് പകരം
BJP നേതാവാണോ, BJP അനുഭാവിയാണോ, കോൺഗ്രസ് നേതാവാണോ, CPM കാരനാണോ എന്ന് കൃത്യമായിട്ടും പറയാൻ കഴിയാത്ത ഇടത്ത് നിൽക്കുന്ന ശ്രീ മേജർ രവിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളതെന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം നേരത്തെ BJP ആണ് എന്ന് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന വേളയിലായിരുന്നു ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയിലേക്ക് താങ്കൾ പങ്കെടുത്തത്. കോൺഗ്രസിൽ ചേർന്നേക്കും എന്നുള്ള വാക്കുകളൊക്കെ അന്നുണ്ടായിരുന്നു. പിന്നീട് നേരത്തെ കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു നയതന്ത്രത്തിന്റെ മേഖലയിൽ ഒരു I might be a failure. Why? Because I am not a politician. If you do a mistake, I'll tell it out. പക്ഷേ അതിനാണ് ഞാൻ ഈ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചെയ്തു എന്നുള്ളത്. അപ്പോൾ അത് BJP ആണെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തെറ്റെന്നുള്ളത് പറയും, കോൺഗ്രസ് ആണെങ്കിലും പറയും, കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും പറയും. ഇതുവരെ അധികാരത്തിൽ വരാൻ കഴിയാത്ത എന്നാൽ അധികാരത്തിന് വേണ്ടി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന BJPയെ സംബന്ധിച്ചിട്ട് അതിൻ്റെ അടിത്തട്ട് മുതൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് താങ്കൾ വിമർശനം ഉന്നയിച്ചത്. ഞാൻ പലപ്പോഴും കാരണം എന്ന് വെച്ചാൽ ഞാൻ സ്നേഹിക്കുന്ന if you are going on a wrong track, I'll tell you that you're going on a wrong track. Come to this side. But then when you become selfish, മേജർ തന്നെ പട്ടാളത്തിൽ തെറ്റ് ചെയ്യുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ BJPയുടെ സംസ്ഥാന നേതൃപദവിയിൽ തന്നെ ആ രീതിയിലുള്ള ഒരു പെശകുകളുണ്ടോ? ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇപ്പോൾ എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതെന്താണെന്ന് വെച്ചാൽ മോദിജി തിരിച്ചും ഈ ഒരു പവർ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ he should become strong, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ. ഈ സമയത്ത് ഇന്ന് കേരളത്തിൻ്റെ പൊളിറ്റിക്സ് ഐ ഡോണ്ട് വോണ്ട് ടു ഇൻ്റർഫിയർ ഇൻ ദാറ്റ്. ഇത് കഴിഞ്ഞാൽ പിന്നെയും ഞാൻ പറയും എവിടെ തെറ്റുപറ്റി എന്താണെന്ന്. അതുകൊണ്ട് ഇപ്പം ഞാൻ ആരെക്കുറിച്ചൊന്നും പറയില്ല. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ രമേശ് ചെന്നിത്തലയുടെ കേരള യാത്ര, നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കിതൊന്നും അറിയില്ല പലർക്കും. ഇവിടുത്തെ ചില BJPക്കാരെന്ന് പറഞ്ഞ് നടക്കുന്ന സിനിമയിൽ തന്നെയുള്ള ചില കൊമ്പന്മാരുണ്ട്. ഇവരാണ് പറഞ്ഞത് മേജർ കോൺഗ്രസ് പോയി, ഇവനൊന്നും ഈ BJPക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത പോലെ ഞാൻ 10-40 സ്റ്റേജുകളിൽ പോയിട്ട് പ്രസംഗിച്ചിട്ടുണ്ട് ഇലക്ഷൻ്റെ സമയത്ത് 2016. ഈ ആളുകളൊന്നും ചെയ്യില്ല. അവർ നോക്കുകയാണ് ഇയാളെ പുറത്തേക്ക് ആക്കാൻ പറ്റുമെന്നുള്ളത്. ഐ ഡോണ്ട് കെയർ, ബിക്കോസ് ദേ ഓൾ ലീവ്. ഇങ്ങനെ മസ്ക് അടിച്ച് നടക്കുന്നു, ഞാൻ BJP ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. കോൺഗ്രസ് ഭരിച്ചപ്പോഴും യുവമാരെല്ലാം ചലച്ചിത്ര അക്കാഡമിയുടെ പവറിലൊക്കെ കയറി ഇടുന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ. രമേശ് ചെന്നിത്തലയുടെ ഒരു യാത്രയിൽ ഇതിന് മുമ്പ് 2-3 വർഷം മുന്നേ, അത് 4-5-6 വർഷം മുന്നേ പട്ടാമ്പിയിൽ വന്നപ്പോൾ, ഞാൻ പട്ടാമ്പിക്കാരാണ്, എൻ്റെ അടുത്ത് CP മുഹമ്മദ് ഖാൻ അവിടുത്തെ MLA ആയിരുന്നു, നിങ്ങൾ വരണം കേട്ടോ, നിങ്ങളൊന്ന് ആദരിക്കണമെന്ന്. ഞാൻ പോവും, ബിക്കോസ് ഐ ആം എ സെലിബ്രിറ്റി. ഐ ഹാഡ് ഗോൺ ദർ. അന്നത്തെ നിങ്ങൾക്കൊന്നും ഈ ഒരു പ്രശ്നം ഉണ്ടാവാതിരുന്നു. മേജർ രവി കോൺഗ്രസ് പോയി എന്നുള്ളത്. ഇവിടെ അതുപോലെ തന്നെ തൃപ്പൂണിത്തറ, അത് എൻ്റെ മണ്ഡലമാണ്, അവിടെ വിളിച്ചു. ആ സമയത്ത് ഞാൻ K ബാബുവായിട്ട് നല്ല ഉടക്കലിരിക്കുന്ന സമയമാണ് ഒരു ബ്രിഡ്ജിൻ്റെ ഇഷ്യൂവിൽ. എന്നിട്ടും എന്നെ വിളിച്ചത് മുല്ലപ്പള്ളി രാമേന്ദ്രേട്ടനാണ്. മേജർ വാ, നിങ്ങളുടെ മണ്ഡലമല്ലേ. അതിന് നിങ്ങൾ ഇത്രയും പൊല്ലാപ്പുണ്ടാക്കിയിട്ട് ഞാൻ BJPയിലല്ല, എന്തിനാ അമിത്ഷായുടെ അടുത്ത് അടക്കം പോയിട്ട് ഇവർ പറഞ്ഞല്ലോ അയാൾ കോൺഗ്രസ് പോയി എന്നുള്ളത്. 10 വർഷമായിട്ട് കോൺഗ്രസ്സാണ്. ഈ 10 വർഷത്തിനകത്താണ് 2016 BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയി എന്ന് പറയുന്നതിനെ പൊല്ലാപ്പാക്കിയിട്ടല്ല, അതൊരു നല്ല കാര്യം, ഒരു നന്മയിലേക്ക് പോയി എന്നുള്ള രീതിയിലാണ് ചിലർ അതിനെ വ്യാഖ്യാനിച്ചത്. അതുകൊണ്ടായിരുന്നു നന്മയിൽ പോയി എന്നുള്ളത്. പക്ഷേ എനിക്ക് കോൺഗ്രസിനോട് യാതൊരു വിരോധമില്ല. ബിക്കോസ് ഞാൻ കുട്ടിക്കാലത്ത് പഠിക്കുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ ഞങ്ങളോട് 2 പാർട്ടി ഉണ്ടായിരുന്നുള്ളൂ. 9ലും 10ലും പഠിക്കുമ്പോൾ വെട്ടനാട് സ്കൂളിൽ 2 പാർട്ടിയുള്ളൂ, AVP ഇതൊന്നുമില്ല. അപ്പം എന്ന് വെച്ചാൽ KSU SFI. ഞാൻ KSUക്കാരനായിരുന്നു അവിടെ. ആ KSU എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെല്ലാവരും KSUക്കാരാണ്. ഞാൻ കാട്ടിൽ പോകുന്ന പാർട്ടീസും ഞങ്ങളവിടെ കളിച്ചിരുന്ന ഞങ്ങളുടെ ടീമിൻ്റെ ആൾക്കാരും ഇതെല്ലാം. അതുകൊണ്ട് ഒരു ദിവസം അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് എന്നെ ഒരു ദിവസം SFIയിൽ ജോയിൻ ചെയ്തു. പിറ്റേ ദിവസം KSUക്കാരനെ അടിച്ചു പിടിച്ചിട്ട് എന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഇതൊക്കെയാണ് എൻ്റെ പൊളിറ്റിക്കൽ ഇത്. അത് കഴിഞ്ഞാൽ ഈവനിങ് ഞങ്ങൾ ശാഖയിലും പോയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ എന്തിനാണ് ഈ എല്ലാറ്റിനെയും പൊളിറ്റിസൈസ് ചെയ്യുന്നത്? എൻ്റെ ആശയം എന്താണെന്നുള്ളത്. ശാഖയിൽ പോയത് എന്തിനായിരുന്നു? അച്ഛനൊക്കെ ജനസംഘത്തിലേക്ക് ഒരാളായിരുന്നു. RSSൻ്റെ ഇപ്പോൾ ഈ മരിച്ചുപോയിട്ടുള്ള ഹരിയേട്ടൻ, ഇപ്പം റീസെൻ്റ്ലിയാണ് ഹരിയേട്ടൻ മരിച്ചുപോയത്, 93 വയസ്സിൽ. അദ്ദേഹമൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചിരുന്നത് എനിക്കറിയാം. സോ അങ്ങനെയുള്ളൊരു ബന്ധത്തിന് നിങ്ങളായിട്ട് എന്തിനാണോ അത് ബാഡാണ് ഇത് ബാഡാണ്, നിങ്ങളുടെ പാർട്ടി മാത്രമേ നല്ലുള്ളൂ എന്ന് പറയുമ്പോൾ അതാണ് പൊളിറ്റിക്സ്. ഞാൻ പറയുന്നത് ഇവിടെ ഒരു പാർട്ടി നല്ലതല്ല. ആളുകൾ ഇപ്പം നല്ലൊരാളാണ്, എന്തിനാ ഞാൻ P രാജീവിന് വേണ്ടിയിട്ട് ക്യാമ്പയിന് പോയിട്ടില്ലേ? അതെന്താ നിങ്ങളൊന്നും പറയാൻ വലിയ കാര്യം? അതാണ് P രാജീവിന് വേണ്ടി ക്യാമ്പയിന് പോകുന്നു, രമേശ് ചെന്നിത്തലയ്ക്ക് അരികിലേക്ക് പോകുന്നു. അറ്റ് എനി ടൈം കോൾ ഫോർ ചെയ്യാവുന്ന ഒരു വ്യക്തിയാണ്, ഇൻവൈറ്റ് ചെയ്യപ്പെടാവുന്ന ഒരു വ്യക്തിയാണ് മേജർ രവി എന്നുള്ള ഇമേജ്. നിങ്ങൾ പെട്ടെന്ന് മറന്നോ ഈ 40 BJP മണ്ഡലങ്ങളിൽ ഞാൻ പോയിട്ട് ക്യാമ്പയിൻ ചെയ്തിട്ടുള്ളത്? അത് പെട്ടെന്ന് അങ്ങ് മറന്നോ? അതെന്താണ് അർത്ഥം? ദാറ്റ് മീൻസ് യു ഡോണ്ട് വാണ്ട് മീ ഓവർ ദർ. ഐ ഡോണ്ട് കെയർ. I will do the thing what I feel because I am looking at that Delhi person. He is doing something good.
ഐ വിൽ ഓൾവേസ് റിമെയിൻ ലൈക്ക് ദാറ്റ്. ഇവിടെ എന്താണ്, ഐ കാൺട്ട് അഡ്ജസ്റ്റ്, ഐ കാൺട്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ രമേശ് കെ സുരേന്ദ്രനെയോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെയോ സ്വസ്ഥമായി സ്വകാര്യമായിട്ട് അടുത്ത് കിട്ടിയാൽ, സംസാരിക്കാനുള്ള ഇടം നൽകിയാൽ കെ സുരേന്ദ്രനോട് ആത്മാർത്ഥമായിട്ട് എന്തായിരിക്കും പറയുക? പറയലല്ല, അത് ആദ്യം അത് ഞാനിവിടെ പറയില്ല, ബിക്കോസ് അതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി സുരേഷ് ഗോപിയുടെ പദയാത്ര കരുവന്നൂരിൽ ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നു. സുരേന്ദ്രൻ വളരെ വാമായിട്ടാണ് എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് ആരുമായിട്ട് പോകുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പകുതി അത് ശരി, യെസ്, ഹീസ് അപ്രോച്ചബിൾ. ഇവിടെ എന്താ പ്രശ്നം? ഒരു പൊളിറ്റീഷ്യൻ ധാർഷ്ട്യം കാണിച്ചാൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് മുഖ്യമന്ത്രി ആയാലും ശരി, വേറെ ഏത് മന്ത്രിയാണെങ്കിലും ശരി, ആരാണെങ്കിലും, ഇത് ജനം വന്നിട്ട് ഇവരെ സെലക്ട് ചെയ്ത് അങ്ങോട്ട് വിടുന്നത് എന്തിനാണ്? ഇവർക്ക് കരയാനൊരു ഷോൾഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറയുമല്ലോ, ദർ ഷുഡ് ബി എ ഷോൾഡർ ടു ക്രൈ ഫോർ മീ എന്ന് പറയുമ്പോൾ, നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരാളുടെ തോളത്ത് കെട്ടിപ്പിടിച്ച് കരയണം. ഇതാണ് ഓരോ മന്ത്രിമാരുടെയും ആറ്റിറ്റ്യൂഡ് ആവേണ്ടത്. അവർക്കിപ്പോൾ സമയമില്ല. അവർക്ക് അതാണ് ഇവിടെ എന്തിന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജി സുധാകരനെ കുറിച്ച് ഞാൻ പറഞ്ഞതല്ലേ, മന്ത്രിയായിരിക്കുന്ന സമയത്ത് അവിടെ വെള്ളപ്പൊക്കത്തിൽ ഒരു വയസ്സായ സ്ത്രീ പോയിട്ട് എന്തോ ചോദിച്ചപ്പോൾ, നിങ്ങൾ പാർട്ടി മെമ്പറാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി ഏതാണെന്ന് അവിടെ പോയി പറയാം. മന്ത്രി പറയരുതെങ്കിൽ അത് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തും. ഇന്ന് അതേ ആൾ മാറിയിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ മാറിയിരിക്കുന്നു, അദ്ദേഹം മനസ്സിലാക്കുകയാണ്. സോ നിങ്ങളുടെ ധാർഷ്ട്യം കാണാൻ ഇവിടെ ആർക്കും സമയമില്ല. നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് ഈ ധാർഷ്ട്യം കാണിക്കുന്നത്? നിങ്ങളുടെ രാഷ്ട്രീയം കാണാൻ സമയമില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനം കാണാൻ ജനം ആഗ്രഹിക്കുന്നുണ്ടാവും. ശോഭാ സുരേന്ദ്രനെ പോലുള്ള വ്യക്തികളൊക്കെ ബി.ജെ.പിയുടെ ഒരു ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു നേതൃനിരയിലേക്ക് വരാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്തുകൊണ്ടാണ് താങ്കൾ? ദാറ്റ് ഈസ് ഇവിടെയാണ് ഞാൻ ഐ ഡോണ്ട് വോണ്ട് ടു ക്രിറ്റിസൈസ് ഓൺ എനിത്തിങ് ഓൺ ദിസ് തിങ്. വൈ? ബിക്കോസ് ഇന്നത്തെ സിറ്റുവേഷനിൽ ഒരു കാര്യം ഇതുപോലെ പറഞ്ഞിട്ട് ആ പാർട്ടീനെ വീക്കാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് നൗ പറയുന്നതിലൂടെ ശക്തിപ്പെടുകയല്ലേ ചെയ്യാം. അതെ, അല്ല, പറയുന്നതിന് അത് ശക്തിപ്പെടാൻ ലേറ്റായി പോയി. ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ദ കറക്ഷൻ ഷുഡ് ഹാവ് ബീൻ ഡൺ അബൌട്ട് 2 years or 3 years ബാക്ക്. അതിപ്പം ലേറ്റാണ്. കറക്ഷന് സാധ്യതയില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ ഗുരുതരമായി. അത് ഞാൻ പറയുന്നില്ല കറക്ഷൻ സാധ്യത ഉണ്ടായിരുന്നോ ഇല്ല എന്നുള്ളതല്ല. ആ സമയത്ത് ഇതൊക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നെങ്കിൽ, ഇന്നിപ്പോൾ ഞാനതിൽ പറയുന്നത് അപ്രോച്ച് ആൾക്കാർ വിളിക്കുന്നത്, ഞാൻ ഇപ്പം ശോഭയായിട്ടും സംസാരിക്കും, സുരേന്ദ്രനായിട്ടും സംസാരിക്കും, എല്ലാവരായിട്ടും സംസാരിക്കും. ഞാൻ എൻ്റെ മനസ്സ് ഞാൻ തുറന്ന് പറയും, ചെയ്യുന്നത് ശരിയല്ല കേട്ടോ. അത് ശോഭ ചെയ്താലും ശരി, ഇത് പറയും രവേട്ട എന്നെ വിളിക്കുന്നതും അത് കൃത്യമായിട്ട് കേൾക്കാനുമുള്ള ഒരു മനസ്സുണ്ട്. അപ്പം ഞാൻ സംസാരിക്കും. ശോഭയായിട്ടും എനിക്ക് ഉറക്കണ്ടായിരുന്നു, 5 വർഷം ഞങ്ങൾ സംസാരിക്കായിരുന്നുണ്ട്. അതെല്ലാം എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ ഡിസ്ലൈക്ക് വരുന്ന സമയത്ത് ഐ വിൽ ജസ്റ്റ് കീപ്പ് എവേ. ഇതാണ് എൻ്റെ ഒരു പോളിസി. പിന്നെ എനിക്ക് ഈ രാഷ്ട്രീയത്തിൽ നിന്ന് ഒന്നും വേണ്ട. നിങ്ങൾ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് എന്നെ ആവശ്യമുണ്ട്. അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പി രാജീവിന് വേണ്ടി പോയി എന്നുള്ളത്. ഐ ലൈക്ക് ഹിം ബിക്കോസ് വെൻ ഹി വാസ് എ രാജ്യസഭ MP, അദ്ദേഹം ഈ എറണാകുളത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ IB-യുടെ എൻ്റെ വളരെ നല്ല സുഹൃത്താണ്. അന്ന് IB-യുടെ പേര് ഡിക്ലെയർ ആയിട്ടില്ല. ഞാൻ അന്ന് ഈവനിങ് ഞാൻ ഡൽഹിക്ക് പോവാണ് നാഷണൽ അവാർഡ് ജൂറി ചെയർമാനായിട്ട്. ആ സമയത്ത് എനിക്ക് ഫ്ലൈറ്റ് പിടിക്കണം. ഞാൻ പെട്ടെന്ന് ഒരു അധ്യക്ഷ പ്രസംഗം പോലും ചെയ്യുന്നതിന് മുന്നേ MA ബേബിച്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മേജർ സംസാരിച്ച് പോട്ടെ, മൂപ്പർക്ക് ഇതൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ മുകളിൽ. അന്ന് ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ CPM-ൻ്റെ പോളിസി ഇതാണ്. നോ, ഐ ഡോണ്ട് നോ വാട്ട്സ് യുവർ പോളിസി. ഐ മൈറ്റ് നോട്ട് ഈവൻ ലൈക്ക് ഇറ്റ്, ബട്ട് ഐ ലൈക്ക് രാജീവ്. എന്നെ ഇഷ്ടപ്പെടുന്നവരും ഞാൻ അറിയുന്നവരുമാണെങ്കിൽ എനിക്കിന്നും ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ പല പാർട്ടിയിലുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഞാനെങ്ങനെ ഡിഫറൻസ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. യെസ്, ദ മൊമെൻറ്റ് ഐ ടേക്ക് എ മെമ്പർഷിപ്പ് ഓഫ് എ പാർട്ടി, അത് ഞാൻ ഈ വല്ലവരും കൊണ്ടുവന്നിട്ട് തന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടിയും അതുപോലെ പി രാജീവ് വരണമെന്ന് പറയുന്ന ഒരു CPM വേദിയിലും ഒക്കെ മേജർ രവി പലയിടങ്ങളിൽ പല തോണികളിൽ വരുമോ? വരില്ല. ബിക്കോസ് അന്നെന്താണെന്ന് വെച്ചാൽ അന്ന് ഒറ്റ ആളെ എന്നെ വിളിച്ചിട്ടുള്ളൂ ആ ഒരു ക്യാമ്പയിനിൽ. ആ സമയത്ത് ഞാൻ പോകുമായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ഇവിടെ ക്യാമ്പയിനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതല്ല, ഞാൻ BJPക്ക് വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇപ്പം എന്താ വെച്ചാൽ സുരേഷ് ഗോപി എന്ന വ്യക്തി നിൽക്കുകയാണെങ്കിൽ, സുരേഷ് എൻ്റെ ഒരു സഹോദരനാണ്. നാളെ മോഹൻലാൽ നിൽക്കുകയാണ്, അപ്പുറത്ത് മമ്മൂക്ക നിൽക്കുകയാണ്. വി ഓൾ വിൽ ഗോ ഫോർ ദം ടു ടോക്ക് അബൌട്ട് ദം. അല്ലാതെ പാർട്ടിയുടെ പോളിസിയിൽ എന്തുണ്ടാവും എന്നുള്ളതല്ല, അവർക്ക് വേണ്ടിയിട്ട്. പക്ഷെ അവിടെ എന്താ വെച്ചാൽ 3-4 പാർട്ടികൾ വരുന്ന സമയത്ത് ദെൻ ഐ വിൽ സ്റ്റിക്ക് ഓൺ ടു വൺ തിങ്. അത് ഏതാണെന്നുള്ളത് എനിക്കറിയാം എന്താണെന്നുള്ളത്. ഏതൊരു മന്ത്രിയാണെങ്കിലും ശരി, അത് ഹെൽത്ത് മിനിസ്റ്റർ ആണെങ്കിലും മറ്റേ ഫുഡ് മിനിസ്റ്റർ ആണെങ്കിലും ആരാണെങ്കിലും,
അവരുടെ മുന്നിൽ കാണുന്നത് ഈ ഒരു 3.2 crores ഷുഡ് ദേ ആർ ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദീസ് പീപ്പിൾ. പക്ഷെ അവിടെ ഇത് കാണുന്നില്ല. റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ പീപ്പിൾ എന്ന് പറയുമ്പോൾ ജനത്തിൻ്റെ പ്രതിനിധിയായിട്ടിരിക്കുക, ജനത്തിൻ്റെ തോളിൽ കൈപിടിച്ചുകൊണ്ട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നു. സുരേഷ് ഗോപി തോളിൽ ഒന്ന് കൈവച്ചതിനെ അത് രണ്ടിനെയും തമ്മിൽ എങ്ങനെ താരതമ്യം ചെയ്യും? ജനത്തിൻ്റെ സുരേഷ് ഗോപി ഇതിനു മുന്നേയും എത്രയോ പെൺകുട്ടികളെയും അമ്മമാരെയും പെങ്ങന്മാരെയും ഇതുപോലെ തന്നെയാണ്. ഈവൻ ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ വളരെ ആത്മാർത്ഥമായിട്ട് വന്ന് കെട്ടിപ്പിടിക്കുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, പെങ്ങന്മാരെ കണ്ടിട്ടുണ്ട്, ചെറിയ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആ സമയത്ത് നമ്മളൊരു പിതൃവാൾ. ഇന്നിപ്പോൾ എൻ്റെ വയസ്സ് 66, സുരേഷിൻ്റെ 65 വാട്ട് ഈസ് ഇറ്റ്? മൈ സൺ ഈസ് 34. സോ ഈ സമയത്ത് നിങ്ങളൊരു പെൺകുട്ടിയുടെ തോളത്ത് കൈവച്ചു എന്ന് പറഞ്ഞ് അതിനെ 5 മണിക്കൂർ കഴിഞ്ഞിട്ട് റിയലൈസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ, ദാറ്റ്സ് ഓൾ കുക്ഡ് അപ്പ്. ഇതെന്തൊക്കെയോ ഇവിടെ പ്ലാൻ. ആ സമയത്ത് ആ കുട്ടിയോട് ചിരിച്ചോണ്ടങ്ങ് പോയല്ലോ. അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ റിട്ടേഷനാണ്, ഡോണ്ട് ടച്ച് മീ എന്നുള്ള ഒറ്റ വാക്ക് പറയാമായിരുന്നല്ലോ. വൈ യു ഡിഡ്ന്റ് ഡു ദാറ്റ്? ഇപ്പോൾ ട്രോമ എന്ന വാക്ക് വരുന്നത് അവിടെ നിന്നാണ്. ഇപ്പോൾ മേജർ രവിയെ പോലെ ഒരു കഠിന മനസ്സുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു സ്ത്രീ തന്നെ ആവട്ടെ, സ്ത്രീകൾ തന്നെ ഇപ്പോൾ പല സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കോടതിയിൽ വക്കീലമാർ വാദിക്കാറുള്ളത് അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, അത് അത്തരമൊരു അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ കിടുങ്ങിപ്പോകുന്നു. ഞാൻ പറയട്ടെ, ഈ ട്രോമ എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ലൈക്ക് വാട്ട് ഈസ് എ ട്രോമ? ഇറ്റ്സ് എ കറണ്ട് ആക്ഷൻ. ഒരു ഷോക്ക് അടിക്കുന്ന ഒരു ആക്ഷനാണ് ഈ ട്രോമ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു റേപ്പ് സിറ്റുവേഷനിലോ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ദാറ്റ്സ് എ ലൈഫ് ലോങ് സംടൈംസ്, ബിക്കോസ് ഷീ ജസ്റ്റ് കാൺട്ട് സീ എ മാൻ ദെൻ ലേറ്റർ ഓൺ. ഒരു ആണിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ കുട്ടിക്ക് ഹിസ്റ്ററിക് മൂഡ് വരുന്നത് അത് അങ്ങനൊരു സിറ്റുവേഷനിൽ വരുന്നതാണ്. ഇത് നമ്മൾ ട്രോമ എന്ന് പറഞ്ഞിട്ട് 5-6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ട്രോമയിലായിരുന്നോ എന്നുള്ളത്. ഞാനൊരു ആർഗ്യുമെന്റിന് വേണ്ടി ചോദിക്കുന്നതല്ല. ഞാൻ മഞ്ജു വാര്യരെ ഇന്റർവ്യൂ ചെയ്യുന്ന ജേർണലിസ്റ്റായ ഞാൻ മഞ്ജു വാര്യർ പറയുന്ന ഒരു ഉത്തരം കേട്ടിട്ട് മഞ്ജു വാര്യരുടെ തോളത്തൊന്ന് തട്ടുകയോ ഒന്ന് ചെവിയിൽ പിടിച്ചു നിൽക്കുകയോ ഒരു തമാശ വർത്തമാനം പറഞ്ഞിട്ട് വീണ്ടും ചോദ്യത്തിലേക്ക് വരുന്നു. അതിനെ വ്യാഖ്യാനിക്കുന്നതും ഈ രീതിയിലായി പോകുമോ? മഞ്ജു വാര്യർ ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഐ കാൺട്ട് കോറിലേറ്റ് വിത്ത് യു, ബിക്കോസ് മഞ്ജു ഇസ് ലൈക്ക് എ ഡോട്ടർ ടു മീ. അത് വിളിക്കുന്നതെന്ന് പറയുന്ന രവേട്ടാന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് നമ്മൾ എത്രയോ ആർട്ടിസ്റ്റുകൾ വരുന്നു, അവർ നമ്മൾ ഹഗ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ ഒരു പ്രൊഫഷനിലുള്ള നടക്കുന്ന ഇതെല്ലാം നോർമൽ കാര്യമായിട്ടാണ്. ഇതിനെ നിങ്ങൾ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. അതെ, ആ മൈൻഡ് സെറ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു. തൊട്ട് പിറകെ കേരളീയം പരിപാടി നടന്നു കഴിഞ്ഞപ്പോൾ ശോഭനയുടെ അരികിൽ നിന്നുകൊണ്ട് സെൽഫി എടുത്ത സമയത്ത് ഏതോ ഒരു നിമിഷം അവരുടെ ശരീരത്തിൽ ഒന്ന് സ്പർശിക്കപ്പെട്ടതിനെ സൂം ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ അതിനെ ഇതുമായി ചേർത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട്, ഞാൻ പറഞ്ഞു വരുന്നത് കളമശ്ശേരി സ്ഫോടനമാകട്ടെ, അത് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തൊട്ട് പിറകെ വരുന്ന വിപുലീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ശരീര സ്പർശനങ്ങൾ, ഇങ്ങനെ എന്തിനേയും അതിവിപുലീകരിക്കുന്ന ഒന്നായിട്ട് മാറുന്നുണ്ടോ കേരളം ഇതര സംസ്ഥാനങ്ങളും? മാറുന്നു. Because you are blowing the balloon out of proportion. ഇതിൻ്റെ പിറകിലൊക്കെ ഒരു അജണ്ട കാണുമല്ലോ. എന്താണ് ഈ അജണ്ട? പൊളിറ്റിക്കൽ അജണ്ട. ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവാണ്. എന്താണ് അതിൻ്റെ ഒരു തുടക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കരുവന്നൂരിൽ കണ്ടു ജനങ്ങളങ്ങ് സുരേഷിൻ്റെ പിറകിൽ പോകുന്നത്. അപ്പോൾ അവിടെ ആ സമയത്താണ് നോക്കുന്നത്, ഈ മനുഷ്യൻ ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചാലോ? അതിന് പല ഘടകങ്ങളും ഉണ്ട് ജയിക്കണമെങ്കിൽ. അത് സുരേഷിനും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനെ ഇങ്ങനെ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് കൈൻഡ് ഓഫ് എ പ്ലാനിങ് അല്ലാതെ ഇത് നടന്നു, സംഭവിച്ചു. യെസ്, സുരേഷ് തൊടാൻ പാടില്ലായിരുന്നു. ആ കുട്ടി ആദ്യം എന്താണ് സുരേഷ് നിൽക്കുന്ന വഴിയിൽ, അതൊന്നും എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ആ കുട്ടി ഇല്ലെങ്കിൽ അപ്പം പറയാം, സർ പ്ലീസ് ഡോണ്ട് ടച്ച് മീ, എൻഡ് ഓഫ് ദ ചാറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും സുരേഷ് തൊട്ടിരുന്നെങ്കിൽ ദാറ്റ് മീൻസ് സുരേഷ് ടു ബി പണിഷ്ഡ്. അങ്ങനെ സംഭവം ഒന്നും അവിടെ നടന്നിട്ടില്ല. അപ്പം ഞാനൊരു കുട്ടീനെ പിടിച്ച് തോളത്ത് കയ്യിൽ വെച്ചിട്ട് കഴിഞ്ഞാൽ സർ ഡോണ്ട് ടച്ച് മീ ആക്കി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു, ഓക്കെ സോറി. സുരേഷ് ഗോപിയിലേക്ക് തന്നെ എത്താം. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം, താങ്കളുടെ പേര് മേജർ രവി എന്നാണെങ്കിലും യഥാർത്ഥ പേര് രവീന്ദ്രനാഥ് നായർ എന്നാണ്. സ്വാഭാവികമായിട്ടും രവീന്ദ്രൻ നായർ എന്ന വാക്കുള്ളത് കൊണ്ട് NSS എന്ന വാക്കുമായിട്ട് അത് ചേർന്ന് നിൽക്കുകയും ചെയ്യും. NSSൻ്റെ സാരഥിയായിട്ടുള്ള G. സുകുമാരൻ നായർ, അദ്ദേഹം സുരേഷ് ഗോപിയെ മണിക്കൂറുകളോളം കാത്തു നിർത്തി അതിൻ്റെ ആസ്ഥാനത്ത്. അതിനെ താങ്കൾ വലിയ ഒരു വൈകാരികതയോടുകൂടി പറഞ്ഞു, പിണറായി വിജയന് വേണ്ടി എത്രയോ മണിക്കൂർ കാത്തു നിന്ന സുകുമാരൻ നായർ സുരേഷ് ഗോപിയെ മാറ്റി നിർത്തുന്നതിനകത്ത് ഒരു അജണ്ടയുണ്ടെന്ന്. അതെന്താണത്? ഒബ്വിയസ്ലി, ബിക്കോസ് വെൻ യു ആർ എ ലീഡർ, നായർ സംഘടനയുടെ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ്, ഐ ഡോണ്ട് നോ വാട്ട് പോസ്റ്റ് ഈസ്, കാരണം എനിക്ക് യാതൊരു ബന്ധവുമില്ല അതായിട്ട്.
ഞങ്ങൾ മലബാർ നായന്മാരെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സംഘടനയൊന്നുമില്ല. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും തലമുതിർന്ന ഒരു നായർ, അയാൾ വയസ്സായിട്ടുള്ള ആൾ വന്ന് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നടത്തും. അതിപ്പോൾ ഒരു മരണമാണെങ്കിലും കല്യാണമാണെങ്കിലും ഇതെല്ലാം. അല്ലാതെ ഇതൊരു ഫയലും തൂക്കി വന്നിട്ട് രജിസ്റ്റർ ചെയ്യാനത് ഇതൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല അവിടെ. അതുകൊണ്ട് ഞങ്ങൾക്കിതൊന്നും അറിയില്ല. ബട്ട് ആ പെരുന്നയിലുള്ള ഈ ഒരു സംഘടന, ഇത് ആരുടെയും അച്ഛൻ്റെയും അമ്മയുടെ സ്വത്തല്ല, ഇതൊരു സംഘടനയുടെ സ്വത്താണ്. അവിടേക്ക് ഏത് നായർക്ക് കയറണം, ഏത് നായർക്ക് കയറാൻ പാടില്ല എന്നുള്ളത് പറയാൻ അവിടെ ഇരിക്കുന്നവർക്ക് അധികാരമില്ല. അത് നായന്മാരല്ലാത്തവർ കയറാൻ പാടില്ല എന്നുള്ളത് നാം ബോർഡ് എഴുതി വയ്ക്കുക. എന്താ നിങ്ങൾ എഴുതി വയ്ക്കാത്തത്? അമ്പലത്തിന് മുമ്പിൽ എഴുതി വയ്ക്കുന്നുണ്ടല്ലോ, അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അവിശ്വാസികൾക്ക് പ്രവേശനമില്ല എന്നുള്ളത്. ആ അവിശ്വാസി പോലും ഒരു ലെറ്റർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ വിശ്വാസിയായി അവർക്ക് കയറാം. ഇവിടെ അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതെന്താണ്? യു ഡോണ്ട് വാണ്ട് ടു വർക്ക്, യു ജസ്റ്റ് വാണ്ട് ടു ഹോൾഡ് ഓൺ ടു ദ ചെയർ. ഇതെന്ത് ഡെമോക്രസിയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. 35-40 വർഷമായിട്ട് ഒരു വ്യക്തി ഒരു കസേരയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് എന്ത് നിങ്ങൾ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അതാ കുറച്ച് പത്മ കാഫെ ഇറങ്ങിയിട്ടുണ്ട്. അല്ലാതെ എത്ര NSS കോളേജുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ കോളേജുകളിലെല്ലാം നായന്മാർക്ക് എന്ത് പ്രയോറിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്? നായന്മാർ കുട്ടികൾക്ക്, അല്ലെങ്കിൽ അവരുടെ ടീച്ചറായിട്ട് പോകുന്നവർക്ക്. ഇതൊക്കെ എന്തുകൊണ്ട് ഞാനിതിനൊന്നും ഡയറക്റ്റ്, പക്ഷേ സുരേഷിനെ അന്ന് അവിടെ ഇറക്കി വിട്ട സമയത്ത് ഞാൻ പ്രതികരിക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നോ, ഇറ്റ്സ് നോട്ട് ഡൺ. മന്നത്ത് ആചാര്യൻ്റെ പ്രതിമ നിങ്ങളുടെ മതിലിനകത്തായിപ്പോയി. ഇന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമകൾ പലയിടത്തും റോഡുകളിൽ കാണാം. അവിടെ ആർക്ക് വേണമെങ്കിലും ചെല്ലാം. നിങ്ങൾ ഈ മന്നത്ത് ആചാര്യനെ അടച്ചു പൂട്ടിയിട്ട് ഇതിലിട്ടിട്ട് അവിടെ കർട്ടൻ ഇട്ടിട്ട് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദിസ് കൈൻഡ് ഓഫ് ഡെമോക്രസി? എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ തമ്മിലുള്ള സംഭാഷണം ആരംഭിച്ചത് കളമശ്ശേരിയിലെ ബോംബിങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു. സിനിമയിലെ റിവ്യൂ ബോംബിങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. അത് ആ റിവ്യൂ ബോംബിംഗ് എന്ന പ്രയോഗത്തെ താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? മലയാള സിനിമയെ നിരൂപണം ചെയ്ത് കൊല്ലുന്ന ഒരവസ്ഥ ഉണ്ടോ? ഒന്നാമത്തത്, നിങ്ങൾക്ക് ആർക്കും എന്തും പറയാമെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നുള്ളത്. ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് മറ്റുള്ളവനെ ബാധിക്കുന്നതാണെങ്കിൽ ആ ഫ്രീഡത്തിന് ഒരു കർട്ടൈൽനെസ് വരണം. കാരണം ആ വ്യക്തി ചിലപ്പോൾ വീടും തറവാടും എല്ലാം കൂടെ പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ വിറ്റിട്ടായിരിക്കും ഒരു സിനിമ എടുക്കുന്നത്. ബിക്കോസ് ഹി ഗോട്ട് എ പാഷൻ ടു മേക്ക് എ ഫിലിം. യുവർ പാഷൻ ഈസ് ഓൺലി ടു ക്രിറ്റിസൈസ് ദാറ്റ് ഫിലിം എന്നാണെങ്കിൽ, നെഗറ്റീവ് മാത്രം പറയുന്ന സമയത്ത് ഇന്നിപ്പോൾ എല്ലാവരും ഈ മൊബൈലിനകത്ത് എല്ലാ ഇൻഫർമേഷൻ വരുന്നതുകൊണ്ട് അവരൊറ്റ ഇൻഫർമേഷൻ ചിലപ്പോൾ ഇനി വിട്ടേക്ക് പടം കാണണ്ട. നേരെ പഠിച്ച് വലിയ വലിയ ഹീറോസിൻ്റെ പടമാണെങ്കിൽ ഓക്കെ, ബാക്കി എത്രയോ ചെറിയ ആളുകളുടെ പടങ്ങൾ വരുന്നുണ്ട്, ഇത് എവിടെയും എത്തുന്നില്ല. അപ്പം അത് കാരണം ഇതുപോലുള്ള ഒരു റിവ്യൂ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലരുണ്ട് ഫെനറ്റിക്കായിട്ട് റിവ്യൂ എഴുതുന്നു. അകത്ത് ഫ്രസ്ട്രേഷൻ വെച്ച് എനിക്ക് സിനിമയിൽ ഒന്നും ആവാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഞാനൊരു യൂട്യൂബ് ചാനലും തുടങ്ങിക്കൊണ്ട് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രസ്ട്രേഷൻ കാണിക്കുന്ന മറ്റുള്ളവനെ അടിച്ചമർത്തുക എന്നുള്ളതാണ്. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇതിനെ ബാധിക്കുന്ന ആ പ്രൊഡ്യൂസർക്കാണ് പൈസ ഇറക്കിയിട്ടുള്ളത്. ആരും ഇന്ന് അങ്ങനെ ആത്മഹത്യയൊന്നും ചെയ്യുന്നില്ല. കാരണം വേറൊരു പടം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. എന്തായാലും താങ്കൾ ചെയ്യാൻ പോകുന്ന പ്രണയ സിനിമയിൽ ആരാധനയുടെയും ആനന്ദത്തിൻ്റെയും പൂക്കൾ അതിൽ വന്ന് വീഴട്ടെ, അല്ലാതെ ബോംബ് റിവ്യൂ ബോംബ് വന്ന് വീഴില്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് വളരെയധികം താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ജയ്.